ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയണ എത്ര ശ്രമിച്ചിട്ട് ഈ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാകുന്നില്ല, എല്ലായിടത്തും തടസ്സങ്ങളാണ്, എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ തടസ്സപ്പെടുന്നത്? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ, ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ രോഗങ്ങളോ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞ് പഴിചാരാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തില് അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. ഇവിടെ അവർ ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായിട്ട് ജനിച്ചത് ആരുടെ പാപത്തിന്റെ ഫലമായിട്ടാണ്? ഒരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ അതിന്റെ എല്ലാം കാരണം പൂർവിക ശാപമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നും നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ ഈശോ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്, ഇവന്റെ ഈ അന്ധത അത് ഇവന്റെ മാതാപിതാക്കളുടെ പാപത്തിന്റെ കാരണമായിട്ടല്ല എന്നുള്ളത്, മറിച്ച് ചില ദൈവിക പദ്ധതികള് ഇവനിലൂടെ പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ അന്ധത എന്നുള്ളത്. ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു വചനഭാഗമാണിത്. നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയല്ലേ ചെയ്തത്. ഉറക്കമില്ലാത്ത, കരഞ്ഞ് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ച എത്രയോ രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സഹനത്തിലൂടെ നിന്നെ ഈശോ കടത്തിവിടുന്നത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ചില പദ്ധതികൾ നിന്നിലൂടെ നിറവേറാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നീ കൊണ്ടു നടക്കുന്ന സഹനങ്ങളുടെയും കണ്ണുനീരിന്റെയും ഒക്കെ കാരണം തേടി പോകാതെ, മറിച്ച് ദൈവത്തിന്റെ ഹിതം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ദൈവഹിതത്തിന് ആമേൻ പറയുവാനുമായിട്ട് നിനക്ക് സാധിക്കട്ടെ. ഇപ്പോഴത്തെ നിന്റെ വേദന ഒരു പക്ഷേ ദൈവം അനുവദിക്കുന്നതാണെങ്കിലോ, ഇതിനപ്പുറത്ത് ദൈവം മാത്രം കണ്ടുവച്ചിരിക്കുന്ന ചില നന്മകൾക്ക് വേണ്ടിയിട്ട്, ചില കൃപകൾക്ക് വേണ്ടിയിട്ട്